കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരു ഷോ ഹിറ്റാകാൻ വേണ്ടി ആ ഒരു വീഡിയോയിൽ എന്തുവേണമെങ്കിലും ചെയ്യാം. ഓക്കെ, വേറെ സമയത്ത് എന്തൊക്കെയോ അതിൻ്റെ നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പറ്റി നല്ലൊരു കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചിരിക്കുന്നത്. ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ബിഗ് ബോസിൽ പോകാതിരുന്നാലും മസ്താനി എല്ലാവരും സുധി എല്ലാവരും ഉണ്ടായിരുന്നു. അവരോടൊപ്പം ബിഗ് ബോസിൽ പോകാൻ എന്തെങ്കിലും വിഷമമുണ്ടോ? എനിക്ക് വിഷമമില്ല കേട്ടോ. കാരണം നമ്മളുടെ കൂടെ നടന്നെന്ന് പറഞ്ഞാൽ അവരുടെ ഒപ്പം നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ പോലും 1-2 വീഡിയോകളിൽ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥത്തിൽ അവർ ബിഗ് ബോസിൽ കയറിയല്ലേ, നമ്മുടെ ഒപ്പം വീഡിയോയിലുണ്ടായിരുന്ന ആൾക്കാർ സ്ക്രീനിൽ വന്നു. പിന്നെ അതിൽ എവിറ്റഡ് ആയി പോകുമ്പോഴും ആ ഒരു ഇതൊക്കെ ഫേസ് ചെയ്യണമല്ലോ. ഇപ്പോൾ ഞാനാണെങ്കിലും ഫേസ് ചെയ്യണമല്ലോ പോയി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞതാണ്, പിന്നെ വിളിച്ച് സെലക്ട് ആക്കിയില്ല. അത്രേ ഉള്ളൂ. താങ്കളെ ബിഗ് ബോസ് വിളിച്ച താങ്കൾ പോകുമോ? നെക്സ്റ്റ് സീസണിൽ വിളിച്ച ഉറപ്പായിട്ടും പോകും. വിളിച്ചില്ലെങ്കിൽ പോവില്ല. ഈ സീസണിൽ നോക്കണ്ടപ്പോ. ഇല്ല 7 കഴിഞ്ഞല്ലോ. ഇതിന്റെ ഇടയിൽ കയറ്റാൻ പറ്റുമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. താങ്കളെ വൈൽഡ് എൻട്രി വേണമെങ്കിൽ ഒന്നും കൂടി ചെയ്യാം. എന്നെ ഇതുവരെ വിളിച്ചെത്ത സ്ഥിതിക്കൊന്നും പറയാൻ പറ്റത്തില്ല. വിളിക്കാത്ത കല്യാണത്തിന് പോവാറില്ലെന്നാണ് പറയണം. വിളിക്കാത്ത കല്യാണങ്ങൾക്ക് പോകാറില്ലെന്ന് പറഞ്ഞ പോലെ വിളിക്കാത്തത് ബിഗ് ബോസിലേക്ക് നമുക്ക് വലിഞ്ഞു കയറാനുള്ള റേഷൻ കടയില്ല. ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഏഷ്യാനെറ്റിലെ വലിയൊരു ഷോയാണ്. അപ്പൊ അതിന്റെ ഷോയുടെ ഭാഗമാകുമ്പോൾ അതിന്റെ ക്രൈറ്റീരിയ അനുസരിച്ച് താങ്കൾ അവിടെ ചെന്ന് 100 ദിവസം നിൽക്കാൻ പറ്റും താങ്കൾ തോന്നുന്നുണ്ട്? നമ്മള് 1-2 ദിവസം നിൽക്കും. അതിനുള്ള കേട്ടാവും. എന്താണ് എന്റെ ഗെയിം സ്ട്രാറ്റജി അത്ര പോകും. എന്നാലും 2 ദിവസം നിൽക്കും. അതാണ് എന്റെ സ്ട്രാറ്റജി. അല്ല, ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസിൽ ഭയങ്കര നെഗറ്റീവാണ്, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല, പോകാൻ നന്നായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാലും നമുക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണെന്ന് ബിഗ് ബോസ് നോക്കാൻ വേണ്ടി പോകും. എന്താണ് അതിന്റെ അകത്ത് നടക്കണത് അല്ലേ? ജീവനോടെ തിരിച്ചു വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പറ്റൂന്നില്ല എന്നാ പറയണം അല്ലേ? അത് അങ്ങനെ ഒരു വർത്താനം. അവിടെ അടിയൊക്കെ അടക്കാറുണ്ട്. അടി തനിക്കൊരു പുത്തരിയല്ലല്ലോ. താൻ അടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എത്രയോ വലിയ അടികളിൽ നേതൃത്വം കൊടുത്ത ആളാണ് താങ്കൾ. എനിക്ക് ഇങ്ങോട്ടല്ലേ കിട്ടിയേക്കണം. അതുകൊണ്ടല്ലേ പറഞ്ഞത് എത്രയോ അടികളിൽ നേതൃത്വം കൊടുത്ത ആളാണ് താങ്കൾ. ഒരു പ്രാവശ്യം ഒരു പാവം പയ്യന, പേര് ഞാൻ പറയുന്നില്ല, തിയേറ്ററിന്റെ വാദിക്കുന്നത് അനാവശ്യം തെറി പറഞ്ഞു. അത് വളരെ മോശമായി പോയില്ല. താങ്കളപ്പോൾ എന്തിന്റെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചീത്ത പറഞ്ഞത്? താങ്കൾ ഭയങ്കര ടെററാണെന്നാണ് പറയണത്. ഒരു വർഷം അഭിലാഷാട്ടായം പറഞ്ഞു, അഭിലാഷാട്ടായത്തിന് വെട്ടാൻ വേണ്ടി താൻ നടക്കണെന്ന്. പുള്ളി ഒരാഴ്ച വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. താങ്കൾ ഇങ്ങനെ ടെററായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളം കത്തൂലേ? നമ്മൾ ടെററൊന്നും അല്ല ആണെന്നാണ് അഭിലാഷാട്ടായം പറഞ്ഞത്. അഭിലാഷാട്ടായം പറഞ്ഞില്ല താങ്കൾ വെട്ടാൻ നടക്കണെന്ന്. അതൊക്കെ ഓരോ പുള്ളി കണ്ടന്റ് ഉണ്ടാക്കുകയാണ്. നമ്മള് ഇവിടെ കയ്യില് ഒരു കത്തി പോലും നേരെ പിടിക്കാൻ ധൈര്യം ഇല്ലാത്ത ആള് എങ്ങനെയാണ് നമ്മൾ വെട്ടാൻ? അഭിലാഷ് പറഞ്ഞു തന്നെ വെട്ടാൻ എന്താ ബാഹുബലിയാണ്. ശരിയാണ്. അതിൽ പാവങ്ങൾ ഉപദ്രവിക്കാണ്ടിരിക്കുക, അവര് ജീവിക്കട്ടെ. ഓക്കെ.